ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ടൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ച കുരുമുളക് അരച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 4 മീഡിയം സൈസിലെ അയലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. വരയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് ഡീപ്പായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കണം. എന്നാലേ നമ്മുടെ മസാല നമ്മൾ പുരട്ടി എടുക്കുമ്പോഴത്തേക്ക് മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചു വരത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ചെറിയ മീഡിയം സൈസിലെ 3 പച്ചമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറുനാരങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫുള്ള് ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പുളി ഒരുപാട് ആവശ്യമില്ലാത്തവരാണെങ്കിൽ ഹാഫ് ചെറുനാരങ്ങ എടുത്തതിന് ശേഷം ബാക്കി എഡിബിൾ ഓയിൽ ഏതെങ്കിലും വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 കറിവേപ്പില. ഇത്രയാണ് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് വേണം അത് നമുക്ക് ഫിഷിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളത്. ഇതായിരിക്കണം ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവുകയും വേണ്ട, എന്നാൽ പേസ്റ്റ് ആവാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ ഒരു പരുവത്തിന് വേണം നമ്മളത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിത് നമ്മുടെ 4 മീനിലും നല്ല ഫുള്ളായിട്ട് മസാല എല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മസാല തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ വരഞ്ഞ പാർട്ടെല്ലാം മീനിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഡീപ്പായിട്ട് വരഞ്ഞെടുത്തത്. അപ്പം ഡീപ്പിലേക്ക് മസാല ഇറങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനുള്ളിലെല്ലാം മസാല നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ തലയുടെ പാർട്ടിലും നമ്മൾ നന്നായിട്ട് തന്നെ മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫിഷ് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 1/2 അവറാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചത്. അതിനുശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മീനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതെടുത്ത് ഫ്രൈ ചെയ്യുവാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷനാണ്. ഇൻഡക്ഷനിലാകുമ്പോഴത്തേക്ക് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഗ്യാസ് സ്റ്റൗവിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നതെങ്കിലും ഇനി വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ മീനിനെ വെച്ച് കൊടുക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറിവേപ്പില വെക്കുമ്പോഴത്തേക്കും മസാലയൊന്നും പാനിൻ്റെ അടിയിൽ പിടിക്കില്ല. നമുക്ക് ഫിഷ് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു പുറം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം അതിനൊന്ന് തിരിച്ചിടാനായിട്ട്. മീനിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടി പോവാതെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ആ കറിവേപ്പില ആദ്യം ഇട്ടിട്ട് മീൻ പൊള്ളിച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് ആ പുറത്തെ മസാലയൊന്നും പാനിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയത്. അപ്പോൾ നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കി 2 ഫിഷും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫൈനലി നമുക്കിങ്ങനെയാണ് നമ്മുടെ അയല ഫ്രൈ കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഓണിയൻസ് ഒക്കെ ഇതിൻ്റെ സൈഡിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗാർണിഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്രയും സോഫ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോയതും ഇല്ല. ആ ഒരു പരുവത്തിനാണ് നമുക്കിവിടെ അയല ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അത്യാവശ്യം മസാലയെല്ലാം നന്നായിട്ട് ഉള്ളിലേക്കെല്ലാം പിടിച്ചിട്ടാണ് നമ്മുടെ അയല ഫ്രൈ നമുക്ക് കിട്ടിയേക്കുന്നത്. പച്ച കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുവരെ ബൈ ബൈ.